ഹായ്, എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കാം നിശബ്ദതയ്ക്ക് ശബ്ദത്തേക്കാൾ ശക്തിയുണ്ടെന്ന്. ചില ടൈമിൽ നമ്മൾ ആരോടൊന്നും സംസാരിക്കണ്ട, അല്ലാതെ തന്നെ നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മളെ നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ ഭാവം നോക്കിയോ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ, അതായത് നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പോലും അവർക്ക് ചിലപ്പോൾ കേൾക്കാൻ ഉള്ള അർഹത ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. കാരണം ചില ടൈമിൽ നമ്മൾ പറയുന്നതല്ല അവർക്ക് മനസ്സിലാവുന്നത്. ചില ടൈമിൽ എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാവില്ല. ആ സമയങ്ങളിലൊക്കെ നമ്മൾ അവരോട് തർക്കിക്കാൻ പോകുന്നതിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നിശബ്ദമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ലെറ്റ്സ് സീ എന്താ അവർ ചെയ്യുന്നത്, അല്ല എന്താണ് അവർ മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എത്ര മനസ്സിലാക്കാത്തവരോട് നമ്മൾ പറഞ്ഞിട്ട് പിന്നെയും കാര്യമില്ല. അപ്പോൾ ഞാനൊരു കഥ പറയാം. ഒരിടത്ത് ഒരു കാട്ടില് ഒരു പുലിയും ഒരു കഴുതയുണ്ടായിരുന്നു. അവര് രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കിടുക. എന്താ കാര്യം ചോദിച്ചാൽ കഴുത പറയുന്നുണ്ട് പുല്ലിന് നീല നിറമാണെന്ന്. അപ്പം പുലി അവിടെ നിന്ന് അവരോട് നന്നായിട്ട് എതിർത്ത് പറയാണ്, അല്ല നിനക്കറിയാൻ വയ്യാത്തത് കൊണ്ടാ പുല്ലിന് പച്ച നിറമാണ്. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടി, വഴക്ക്, തല്ല് എല്ലാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹമാണല്ലോ, നമുക്ക് സിംഹത്തിനോട് പോയി ചോദിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും അതിനോട് യോജിച്ചിട്ട് അവര് സിംഹത്തോട് ഇതിനുള്ള അഭിപ്രായം ചോദിക്കാൻ പോവാണ്, ഇതിനുള്ള ഉത്തരം എന്താണെന്നുള്ളത്. അപ്പം കഴുത തന്നെ ആദ്യം തന്നെ ചെന്ന് സിംഹത്തോട് പറയാണ്, അല്ലയോ രാജാവേ, നീ ആണല്ലോ കാട്ടിലെ രാജാവ്, അപ്പൊ നിനക്ക് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ നീ തന്നെ പറയൂ, ഇവനോട് ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു പുല്ലിന് നീല നിറമാണെന്ന്, ഇവൻ അതിന് എതിരെ നിൽക്കുവാണ്, ഇവൻ പറയുന്നത് പുല്ലിന് പച്ച നിറമാണെന്നാണ്. അപ്പൊ നീ തന്നെ പറയൂ എന്നാണ് ഈ കഴുത സിംഹത്തോട് പറയുന്നത്. സിംഹം 2 മിനിറ്റ് ആലോചിച്ചു. അപ്പൊ പറയുവാണെന്ന്, അതെ പുല്ലിന് നീല നിറമാണെന്ന്. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ പുലി അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഈ കഴുത വളരെ സന്തോഷത്തോടെ പോവുകയാണ്. എന്നിട്ട് സിംഹത്തോട് പറയുവാണ്, ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം, കാരണം ഈ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവൻ എന്നോട് ദിവസങ്ങളോളം വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ഇവൻ ചാടിത്തുള്ളി പോവുകയും ചെയ്തു. ആര്? കഴുത. സിംഹം, നീ ഈ തെറ്റ് ചെയ്തത് കൊണ്ട് നിനക്ക് 5 വർഷം നീ മിണ്ടാതിരിക്കണം, 5 വർഷത്തെ ഒരു സൈലൻസ് എന്നുള്ള രീതിയിൽ ഇവന് ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്. പണിഷ്മെന്റ് ഈ പുലി ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പുലി സിംഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, നിങ്ങൾക്ക് അറിയാമല്ലോ പുല്ലിന്റെ കളറ് പച്ച നിറമാണെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നീല നിറമാണെന്ന് പറയുകയുണ്ടായെന്ന്. അപ്പം സിംഹം പുലിയോട് പറയുകയാണ്, അതെ എനിക്കറിയാം ഈ പുല്ലിന്റെ നിറം പച്ചയാണെന്ന്, പക്ഷെ നീ എന്താണ് പറയുന്നത് നിനക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടും ഈ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നീ അവനോട് മത്സരിച്ച് തല്ലുണ്ടാക്കി നിന്റെ സമയങ്ങൾ നീ കളഞ്ഞു, അതിനുള്ള ശിക്ഷയാണ് ഞാൻ നിനക്ക് തന്നതെന്ന് പറയുക. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവാം, കാരണം പുല്ലിന്റെ കളറ് പച്ചയാണെന്ന് പുലിക്ക് നല്ല ധാരണയുണ്ട്, പുലിക്ക് നന്നായിട്ട് അറിയാം ഇതിന്റെ കളറ് പച്ചയാണെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എതിരെ നിൽക്കുന്ന ആള് പച്ചയല്ല നീലയാന്ന് പറഞ്ഞാ ഒരു വട്ടം പറയുക നീലയല്ല പച്ചയാണ്, പിന്നെയും നീലയാ എന്ന് പറയുമ്പോൾ ഓക്കെ അത് നീല തന്നെയാ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യം നോക്കി പോവുക എന്നുള്ളതായിരിക്കും നമുക്ക് സമാധാനത്തിന് ഏറ്റവും നല്ലതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം, ഈ നമ്മൾ അവരോട് കുറെ എതിർത്ത് സംസാരിച്ച് നമ്മളെ തന്നെ അവിടെ മോശം ആക്കാതെ അവിടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എൻ്റെ മമ്മി പറയും 2 കൈയും കൂടെ അടിച്ചാലാണ് സൗണ്ട് ഉണ്ടാവുകയെന്ന്, അല്ലെ? ഒരു കൈ ഇങ്ങനെ ഇട്ട് എങ്ങനെയാക്കിയാലും സൗണ്ട് ഉണ്ടാവില്ല. അപ്പം ചില സമയങ്ങളെങ്കിലും നിശബ്ദതയായിരിക്കും നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എനർജി സേവ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസം പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡേ ഫുൾ അന്ന് പോയി. അപ്പം ഏറ്റവും നല്ലത് സൈലൻസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ചില വാതിലുകൾ അടഞ്ഞിടുന്നതാണ് നല്ലത്. എന്തെന്ന് വെച്ചാൽ അത് തുറന്നാലും അതിൽ നിന്ന് പ്രകാശമോ കാറ്റോ ഒന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ള വാതിലുകൾ തീർച്ചയായിട്ടും നമ്മൾ അടച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന കുറെ ആൾക്കാർ കാണും അല്ലെ നമ്മുടെ ലൈഫിൽ. പിന്നെ ചില സമയങ്ങളെങ്കിലും നമ്മുടെ മനസ്സിന് നമ്മൾ ഒരു റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാ റെസ്റ്റ് കൊടുക്കുക? അതും സൈലൻസ് ആയിട്ടിരിക്കുക, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മുടെ മൈൻഡിനെ ഒന്ന് കൂളാക്കി വെക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് സൈലൻസ് ആയിട്ടിരിക്കുക എന്നുള്ളത്. അതിൽ കൂടെ നമ്മുടെ ബ്രെയിനെ ഒന്ന് റീഫ്രഷ് ആക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം അല്ലെങ്കിൽ
ഒന്ന് സൈലൻസ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ഉത്തരം നമ്മളിൽ നിന്ന് തന്നെ കിട്ടും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. ഈ സൈലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റില്ല. ചിലവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഭക്ഷണം വെള്ളം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ചിലപ്പോഴെങ്കിലും അതൊന്ന് ആസ്വദിച്ചവർക്ക് അറിയാമായിരിക്കാം. എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് മുതൽ ആരോടും മിണ്ടില്ല എന്ന് പറഞ്ഞിരിക്കണം എന്നല്ല, അല്ലെങ്കിൽ ഫോൺ വന്ന് അറ്റൻഡ് ചെയ്യില്ല, ഭക്ഷണം കഴിക്കില്ല, അങ്ങനെയല്ല. നമുക്ക് രസകരമായ വേണം അതിനെ ഒന്ന് എന്താ പറയുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മൈൻഡിനെ ഒന്ന് റീഫ്രഷ് ആക്കാൻ ഏറ്റവും നല്ലതായിരിക്കും സൈലൻസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഒക്കെ ആയിരിക്കുമല്ലോ എപ്പോഴും ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാத்தைയും ഒന്ന് വിട പറഞ്ഞ് ഒന്ന് അതിപ്പോൾ ഒത്തിരി നേരം വേണമെന്നൊന്നുമില്ല, ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ആണെങ്കിലും ഒന്ന് ഫ്രഷ് ആയിട്ട് ആ ലെയറൊക്കെ ഒന്ന് ശ്വസിച്ച് ചുമ്മാ അതിലേക്കൂടെ ഒക്കെ ഒന്ന് നടന്ന് അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക, ഒന്ന് കണ്ണടച്ചിരുന്ന് നമ്മുടെ എന്താ പറയുക, കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പ്രകൃതിയിൽ നടക്കുന്ന സൗണ്ട് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ. അതായത് അതിനാണ് എല്ലാവരും പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് ഈ പറഞ്ഞ പോലെ യോഗ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് സൗണ്ടുകൾ ഒത്തിരി വന്നു വരുമ്പോൾ വാഹനങ്ങൾ പോകുന്ന സൗണ്ട് ആണെങ്കിലും ഓരോരോ സൗണ്ടുകൾ നമുക്ക് കേൾക്കേണ്ടി വരും. അതേസമയം രാവിലെ എണീറ്റ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്നിലും ശ്രദ്ധിക്കാതെ കുറച്ച് നേരം ആ സൈലൻസ് ഒന്ന് എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കാൻ പറ്റുമെന്നറിയോ? കുയിൽ കൂവുന്ന സൗണ്ടുകൾ കേൾക്കാം, ചെറിയ കിളികൾ ചിലയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. അതുപോലെ തന്നെ കാറ്റ് കൊണ്ട് വേറൊരു മരത്തിൽ ഇങ്ങനെ ആ തടി വന്നിങ്ങനെ ഒരസുമ്പം കേൾക്കുന്ന സൗണ്ടുകൾ കേൾക്കാം. ഇതൊക്കെ ശരിക്കും നമ്മുടെ മൈൻഡിനെ എന്താ പറയുക, കൂളാക്കാൻ ഒത്തിരി സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കാറ്റിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ജനലിൽ വന്നിട്ട് ഈ കാറ്റടിക്കുമ്പോൾ ഈ ജനലിൽ നിന്നുണ്ടാകുന്ന ഒരു സൗണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഓലകൾ അനങ്ങുന്ന സൗണ്ടുകൾ, ഇതൊക്കെ നമ്മളെ തന്നെ ശരിക്കും കൂളാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുന്നില്ല. ഒന്നെങ്കിൽ ഫോൺ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളും ജോലികളും ഒക്കെ കാണും അല്ലേ. പക്ഷെ എപ്പോഴെങ്കിലും കുറച്ച് സമയം നമുക്ക് വേണ്ടി ഇങ്ങനെ ഒന്നും ചെയ്യാതെ സൈലൻ്റായിട്ട് നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് എന്താ പറയുക ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഏറ്റവും ഒരു റീഫ്രഷ് ആക്കിയെടുക്കാൻ, നമ്മുടെ ബ്രെയിനിനെ ഒന്ന് റീഫ്രഷ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായമാകും. നമുക്ക് ഇങ്ങനെ സൈലൻസ് ആയിട്ട് ഇരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ BP ഒക്കെ ഒന്ന് കൺട്രോളിലാക്കും. ഹൈ BP ഉള്ളവർക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് BP ഒക്കെ നോർമലാക്കാൻ നമ്മളെ സഹായിക്കും. ഈ BP നോർമൽ ആവുന്നതോട് കൂടി തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ നോർമൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസ്. അതായത് ഇന്ന് നമുക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമല്ലേ, ഒരു വീഡിയോ കാണാനാണെങ്കിൽ പോലും നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് ഞാനും ചെയ്യുന്ന കാര്യം കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോകും. എന്നുവെച്ചാൽ അതെന്താണെന്ന് എനിക്ക് അറിയണം, പക്ഷെ അത് ഫുൾ കാണാൻ എന്താ തിരക്ക്, അടുത്ത് എന്തോ കാണാനിരിക്കുന്നെന്നുള്ള ഒരു ക്ഷമയില്ലായ്മ. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നിടത്തോളം നമുക്ക് ക്ഷമ. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ബെറ്റർ സ്ലീപ്പ്, നല്ല ഉറക്കം കിട്ടും കേട്ടോ. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ കുറച്ച് നേരം സൈലൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മളൊന്നും മിണ്ടാതെ കുറച്ച് നേരം കണ്ണടച്ചൊന്നും ഇരിക്കുക. 100,000 ചിന്തകൾ വരുമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. 100,000 ചിന്തകൾ വരുമെങ്കിലും അതൊക്കെ മാറ്റി നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്നിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മളിപ്പോൾ കിടക്കുന്നതിന് മുമ്പേ ഫോണൊക്കെ ഇങ്ങനെ നോക്കിയായിരിക്കുമല്ലോ, അത് കാരണം തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാറില്ല. ഈവൻ നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മൾ വേണ്ടാത്ത കുറേ ചില സ്വപ്നങ്ങളൊക്കെ കാണും അല്ലേ. അപ്പം നമുക്ക് നല്ല ഉറക്കം. നാലാമത്തെയായിട്ട് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെറ്റർ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ ചക്കയാന്ന് പറയുമ്പോൾ തേങ്ങയാന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലേ. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പിന്നെയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ഇടയാവും. അപ്പോൾ അതിൽ നല്ലത് അവിടെ കുറച്ച് നേരം മിണ്ടാതിരിക്കുക. അഞ്ചാമത്തെ ആയിട്ട് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ കൂടുന്നു. ഇങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് നേരം സൈലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഇത്രയേറെ ഗുണങ്ങൾ. ഈ സൈലൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് കുറേ ഇത്തരം ബെനിഫിറ്റ്സും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സൈലൻസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഒത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, സൈലൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒച്ച കുറച്ച് സംസാരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ല, ഇങ്ങനെ മൂക്കി തൊടുന്നതിന് പകരം ഇങ്ങനെ മുക്കി തൊടാതെ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രം എടുത്ത് പറയാൻ ശ്രമിക്കുക. മൂന്നാമത്തേന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെന്നെങ്കിലും കേൾക്കുവാണെങ്കിൽ അതിനകത്ത് നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രദ്ധിക്കുക, എന്താണോ പറയുന്നത് ആവശ്യമുള്ളത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ വെക്കുക. നാലാമത്തെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഇതൊക്കെ ആലോചിച്ച് നമ്മളെ തന്നെ ഒന്ന് പോസിറ്റീവായിട്ട് വെക്കാൻ പറ്റുന്നതാണ്.
അഞ്ചാമതായിട്ട് ഞാൻ പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമുക്കിപ്പോൾ ഉള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ സത്യമായിട്ടും ഞാൻ പറയാണ്, നമുക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ആ ഡേ ഫുൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.